ചില സിനിമകളൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ റിവ്യൂ ചാനലിനകത്തൊക്കെ കമൻറ്റ് സെക്ഷനിൽ നോക്കുമ്പോൾ ഒരു അടിപൊളി കമന്റ് ഉണ്ട്. അതായത് ഫീൽഡ് ഔട്ട് ആയ നായകനെ പിന്നെയും വിളിച്ച് ഫീൽഡ് ഔട്ട് ആക്കുന്ന പടം എന്നൊക്കെ പറഞ്ഞു. അതായത് ആ ഒരു പടം ഓൾറെഡി ഫീൽഡ് ഔട്ട് ആയിട്ടുള്ള ഒരു നായകൻ പിന്നെ ഒരു പടം ചെയ്ത് പിന്നെ ഫീൽഡ് ഔട്ട് ആയെന്ന് പറഞ്ഞാല് നോക്കിയ എന്ന് പറഞ്ഞ ബ്രാൻഡ്, അതായത് ഒന്ന് ആ ഒരു ബ്രാൻഡ് തകർന്നടിഞ്ഞു പോയി, അതിനുശേഷം പിന്നെയും ആ ബ്രാൻഡിന്റെ പേര് വെച്ച് അതിനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാവോ പിന്നെ ഉപദ്രവിച്ച് നല്ല ലെവലാക്കി വെച്ചിട്ടുണ്ട്. അതെ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കിയ ബ്രാൻഡിനെ പറ്റിയാണ്. പക്ഷെ ഇപ്പം HMD ഗ്ലോബൽസ് ആണ് നോക്കിയ കൈകാര്യം ചെയ്യുന്നത്. അതായത് ഞാൻ പല വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, HMD ഗ്ലോബൽസ് എന്ന് പറഞ്ഞാൽ നോക്കിയയുടെ പ്രേതമാണ്, അല്ലാതെ നോക്കിയ അല്ല. കാരണം അങ്ങനെ ഒരു ബ്രാൻഡിന്റെ പേര് കളയാൻ വേണ്ടി കണ്ടുപിടിച്ച ബ്രാൻഡാണ് HMD. എനിവേ, കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കമന്റ് സെക്ഷനിൽ കുറച്ചുപേര് പറഞ്ഞായിരുന്നു, ബ്രോ നോക്കിയ പോയി ഒരു വീഡിയോ വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ കാര്യമായിട്ട് റിസർച്ച് ചെയ്തപ്പം ശരിയാണ്, ഫൈനലി ദ ലെജൻഡ് നോക്കിയ പോയി. അതായത് ഓൾറെഡി പോയി നോക്കിയ. പക്ഷെ ആ ഒരു നോക്കിയ എന്ന് പറഞ്ഞ ഒരു പേര് നമ്മൾ ഇനി മാർക്കറ്റിൽ കാണാൻ ചാൻസ് വളരെ കുറവാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ കാരണങ്ങൾ എന്നൊക്കെ പറയുന്നത് HMD ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനി പതുക്കെ നോക്കിയ എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ഉപേക്ഷിക്കുകയാണ്. അത് അവരുടെ എല്ലാ വെബ്സൈറ്റുകൾ, ഈ പറഞ്ഞ ഫോണുകൾ ഉൾപ്പെടെ ഇനി ഇറങ്ങാൻ പോകുന്ന ഫോൺസ് എല്ലാം HMD എന്ന് പറഞ്ഞ പേരിലായിരിക്കും. ഇവിടെ തന്നെ നിലവിലുള്ള നോക്കിയയുടെ വെബ്സൈറ്റ്, നോക്കിയ എന്ന് പറഞ്ഞ പേരിലുള്ള എല്ലാ വെബ്സൈറ്റും റീഡയറക്ട് ചെയ്ത് HMD എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിലേക്കാണ്. അതായത് നോക്കിയയുടെ പേര് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ഇപ്പോൾ HMD എന്ന് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെപ്പറ്റിയാണ് നമ്മുടെ ഒരു വീഡിയോ, ഫുൾ ഒരു അനാലിസിസ് വീഡിയോ ആണ്. എനിവേ, അപ്പം HMD ഗ്ലോബൽസ് നോക്കിയയുടെ ചരിത്രം ഞാൻ പറയേണ്ട കാര്യമില്ലെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതിനകത്തൊരു പേഴ്സണൽ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ബ്രാൻഡിന്റെ ഫാൻ ആണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു ഡയലോഗ് നോക്കിയയുടെ ഫാനാണെന്നാണ്. അപ്പം പലർക്കും വേണമെങ്കിൽ കേൾക്കുന്നവർക്ക് തോന്നുക, അയ്യേ അല്ലെങ്കിൽ നീ ചുമ്മാ തള്ളുന്നല്ലേ, നീ നോക്കിയ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരിക്കും. ആക്ച്വലി നോക്കിയ, ഞാൻ ആദ്യമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് നോക്കിയ 3310 ആണ്. ഞാൻ ഓൾറെഡി അതൊരു വീഡിയോക്കകത്ത് പറഞ്ഞ അത് ഞാൻ തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. തല്ലി പൊട്ടിക്കാൻ പറ്റാത്തതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അതിന്റെ ഫ്രെയിം മാത്രമേ എനിക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഞാൻ കല്ല് വെച്ച് അടിച്ച് പൊട്ടിച്ചിട്ടുള്ള അതിന്റെ അകം എന്നാന്ന് കാണാൻ വേണ്ടി എനിക്കത് കാണാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് എനിക്ക് 2626 എന്ന് പറഞ്ഞൊരു ഫോൺ ഇങ്ങനെ കിട്ടിയായിരുന്നു. അതിലാണ് ആദ്യമായിട്ട് ഇന്റർനെറ്റ് എടുക്കുന്നത്. വളരെ അത് ബേസിക് ജാവ ഫോൺ എന്നാണ് പറയാം, ജാവ OS ഉള്ള ഫോൺ. അതിനകത്ത് നമ്മൾ ഗൂഗിളൊക്കെ എടുത്ത്, പണ്ട് നമ്മൾ നെറ്റ് റീചാർജിനെ പറ്റി എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ 20 രൂപയ്ക്ക് അല്ലെങ്കിൽ 10 രൂപയ്ക്ക് മറ്റേ കൂപ്പൺ റബ് ചെയ്തിട്ട് ആ ഒരു റീചാർജ് ചെയ്ത് 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ 7 രൂപ കയറും. അപ്പോൾ 7 രൂപയ്ക്ക് നേരെ ഗൂഗിളിൽ കയറി ചുമ്മാ നെറ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഭയങ്കര പാടായിരുന്നു. ആദ്യമേ ഈ GPR സെറ്റിങ്സിനെ പറ്റി അറിയത്തില്ല, പിന്നെ അത് പഠിച്ചു വന്ന് അതിൽ നെറ്റ് കയറി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം. അത് കഴിഞ്ഞാണ് റീചാർജ് കൂപ്പണൊക്കെ അറിഞ്ഞത്. 14 രൂപയുടെ ഒരു റീചാർജ് കൂപ്പൺ ഉണ്ടായിരുന്നു, 200 MB കിട്ടുന്നത്. അത് യൂസ് ചെയ്യുക. പിന്നെയാണ് നമ്മൾ ഇന്റർനെറ്റിലേക്ക് വരുന്നത്. ഫസ്റ്റ് ഈ പറഞ്ഞ ഒരു ലെവലായിട്ട് ഇന്റർനെറ്റിൽ കയറുന്നത് നോക്കിയ 6120C ആണ്. അതായത് 6120 ക്ലാസിക് എന്ന് പറഞ്ഞത്. എനിക്കൊന്ന് അത് വൺ ഓഫ് ദ ഫസ്റ്റ് ഫോൺസ് ആണ്, ഫ്രണ്ട് ക്യാമറ ഉള്ള നോക്കിയയുടെ ഫീച്ചർ ഫോണാണ്. അതാണ് ആ ഒരു ഫാനാക്കി കളയുക. കാരണം നമ്മൾ ബേസിക്കലി ഫോണിന്റെ പ്രാന്ത് വരുന്നത്, അല്ലെങ്കിൽ ഈ ചാനൽ ഈ പറഞ്ഞ എല്ലാ സെറ്റപ്പും ഉണ്ടാകാൻ കാര്യം ആ ഒരു ഒറ്റ ഫോണാണ്. കാരണം അത്രയ്ക്കും ക്രൈസ് വരാൻ കാര്യം ആ ഒരു ഒറ്റ ഫോണാണ്. എത്രയൊക്കെ ആപ്ലിക്കേഷൻ കയറ്റി, എന്നൊക്കെ ഡിസൈൻ കാണിച്ച്, എന്നൊക്കെ പരിപാടി കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അതാണ് കുറേ സാധനം കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് വൈഫൈ ഇല്ലായിരുന്നു, ശരിയാ കേട്ടോ. പക്ഷെ 3G അതിനകത്ത് ഉണ്ടായിരുന്നു. BSNL ആ സമയത്ത് 3G റീചാർജ് ഒക്കെ ചെയ്ത് ഈ പറഞ്ഞ 600 KB സ്പീഡൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. അതിനകത്ത് സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ രസമായിരുന്നു. ഫേസ്ബുക്ക്, വാട്സപ്പ്, WeChat തുടങ്ങിയ എല്ലാ സാമഗ്രികളും അതിനകത്താണ് തുടങ്ങിയത്. അതുകൊണ്ടാണ് നോക്കിയയുടെ ഫാൻ നോക്കിയ 6120C. ആ ഒരു ഫോൺ ഇനിയും മേടിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ മേടിക്കും, പക്ഷേ നോക്കണം. എനിവേ, ഞാൻ ചെറിയൊരു നൊസ്റ്റാൾജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ നോക്കിയ ഫീച്ചർ ഫോണിന്റെ കിങ് ആണ്, ലെജൻഡ് ആണ്, ഒന്നും പറയേണ്ട കാര്യമില്ല. കുറേ പേരുടെ ആദ്യത്തെ ഫോൺ നോക്കിയ ആയിരിക്കും, സ്വാഭാവികം. മോട്ടറോള അല്ലെങ്കിൽ നോക്കിയ ഒക്കെ ആയിരിക്കും. നോക്കിയ N95 ഭയങ്കര ഫേമസ് ആണ്. നോക്കിയ കൂടാതെ N9 എന്നൊക്കെ പറഞ്ഞ ഫോൺസ് ഒക്കെ ഉണ്ട്. പിന്നെ നോക്കിയ അറിയാമല്ലോ, മൈക്രോസോഫ്റ്റിലേക്ക് ചേക്കറി വിൻഡോസ് OS ഇറക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴും പലരും അംഗീകരിക്കത്തില്ലെങ്കിലും നോക്കിയ വിൻഡോസ് ഫോണിന്റെ സ്മൂത്ത്നെസ് ആൻഡ്രോയിഡിന് ഇതുവരെയും അത് പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോഴുള്ള ഫോൺസ് ഓക്കെ ഫൈൻ, 120 Hz ഒക്കെ വരുമ്പോൾ ഒരു സ്മൂത്ത്നെസ് ഉണ്ട്. പക്ഷേ പണ്ടത്തെ ലൂമിയ 520 യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇന്ന സ്മൂത്താണ്. അതിങ്ങനെ നമ്മൾ തൊടുമ്പോൾ തന്നെ ഭയങ്കര സ്മൂത്തായിരുന്നു. റിഫ്രഷ് റേറ്റ് കുറവാണെങ്കിലും ഭയങ്കര സ്മൂത്തായിരുന്നു. എനിക്കിപ്പോഴും അതിശയമാണ്. അത്രയ്ക്കും അടിപൊളി OS ആയിരുന്നു. പക്ഷേ ഡെവലപ്പേഴ്സിൻ്റെ പ്രശ്നം കാരണം, പിന്നെ ആൻഡ്രോയിഡിലേക്കുള്ള ഒരു ചേക്കേറ്റം കാരണം, ബ്രാൻഡുകൾ ആൻഡ്രോയിഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, വിൻഡോസിലേക്ക് ആരും വന്നില്ല. അങ്ങനെ മൈക്രോസോഫ്റ്റിന് വിറ്റു, അവർ വിൻഡോസ് ഫോൺസ് ഇറക്കി, പരാജയപ്പെട്ടു. ആൻഡ്രോയിഡ് ഇറക്കി, അതും പരാജയപ്പെട്ടു. എല്ലാം മുടിഞ്ഞു കഴിഞ്ഞപ്പോൾ ഫൈനലി നോക്കിയ എന്ന് പറഞ്ഞ പേര് തന്നെ ഇല്ലാതെ ആ ഒരു കമ്പനി വിറ്റ് അവസാനം തീർന്നു. ഫൈനലി നോക്കിയ എന്ന് പറഞ്ഞ ആ ഒരു പേരിനെ വേണ്ടി ലൈസൻസ് ഉണ്ടായിരുന്നു. ആ ഒരു പേര് HMD ഗ്ലോബൽസ് എന്ന് പറഞ്ഞൊരു കമ്പനി വന്ന് എടുത്തു.
അതാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നോക്കിയ ഫോൺസ്. HMD ഗ്ലോബൽസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എക്സ് നോക്കിയ എംപ്ലോയീസ് ആണ് അത് പണിതെന്നാണ് പറയുന്നത്. അത് ആ ഒരു കമ്പനി ഉണ്ടാക്കിയത് മുമ്പ് നോക്കിയയിൽ വർക്ക് ചെയ്തിരുന്ന എംപ്ലോയീസ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചു സെറ്റപ്പ് ഫോൺ ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഇനീഷ്യലി ചെറിയൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. കുറെ പേർക്ക് അറിയത്തില്ലായിരിക്കും. അതായത് ഞാൻ ഈ ഫോളോ ചെയ്ത സമയത്ത്, ഫോണിനെ പറ്റി ഫോളോ ചെയ്യുന്ന സമയത്ത് ഈ നോക്കിയ 7.1, 7.2 അങ്ങനെ കുറച്ച് ഫോൺസ് ഒക്കെ വരും, 5.1 അങ്ങനെ കുറച്ച് ഫോണുകൾക്കൊക്കെ നോക്കിയ ആ ഒരു സമയത്ത് ഇറക്കിയ ആൻഡ്രോയിഡ് ഫോണുകൾ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പ്രോപ്പർ അപ്ഡേറ്റ് കൊടുക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു നോക്കിയ. അതെ, സത്യമായിട്ട് ഈ ആൻഡ്രോയിഡിൽ പ്രോപ്പർ സെക്യൂരിറ്റി പാച്ചസ്, പ്രോപ്പർ അപ്ഡേറ്റ്, ഈവൻ ആൻഡ്രോയിഡ് 1ന്റെ കൊളാബ് വരെ ഉണ്ടായിരുന്നു. അതായത് നോക്കിയ എന്ന് പറഞ്ഞ ആ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ മെയിൻ, ഞാൻ പണ്ടത്തെ ഒരു വീഡിയോക്കകത്തൊക്കെ പറയുന്നത് നോക്കിയ നമ്മൾ അപ്ഡേറ്റിന്റെ കാര്യം നോക്കുകയാണ് നോക്കിയ പോലെ കൊടുക്കണമെന്ന്. അപ്പോൾ അപ്ഡേറ്റിന്റെ കാര്യത്തിലൊക്കെ അടിപൊളിയായിരുന്നു. കൂടാതെ തന്നെ ക്വാളിറ്റി, പണ്ടത്തെ ആ ഒരു ക്വാളിറ്റി ലെവലും നോക്കിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അത് ഹിറ്റ് ആയില്ലെന്ന് വെച്ചാൽ, ഓഫ് കോഴ്സ് അവർ 45,000 രൂപയ്ക്ക് സ്നാപ്ഡ്രാഗണിന്റെ ഏതെങ്കിലും തൊട്ടി ചിപ്സെറ്റ് കൊണ്ട് വെച്ച് ഒരു ഫോൺ ഇറക്കും. എന്നിട്ട് റഗ്ഡ് ഫോണാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? അതുമല്ല, ഒരു ഫോണിന്റെ വാല്യൂ 13,000 ആണെങ്കിൽ ഇവർ 26,000 കൊണ്ടുവെക്കും. അതായത് പ്രൈസും സ്പെസിഫിക്കേഷനും തമ്മിൽ ഒരു മാച്ചിങ് ഇല്ല. കൂടാതെ തന്നെ സ്പെസിഫിക്കേഷൻ വളരെ ലോ എൻഡ് ആണ് വെക്കുന്നത്. ഞാൻ ഈ HMD ഗ്ലോബൽസിനെ ട്രോളുള്ള നോക്കിയനെ ചത്താലും ട്രോളത്തില്ല, പറ്റത്തില്ല, അത് പറ്റത്തില്ല. പക്ഷേ HMD ഗ്ലോബൽസ് ഈ പറഞ്ഞ പോലെ നോക്കിയയുടെ പ്രേത ഫോൺസ് ഇറക്കി ആ ഒരു കമ്പനി മുടിപ്പിച്ചു, ഒന്നും പറയാനില്ല. പക്ഷേ കഴിഞ്ഞ റിപ്പോർട്ടിനകത്ത് ഓഫ്ലൈൻ ഈ പറഞ്ഞ സെഗ്മെന്റിൽ നോക്കിയ ഫോൺസ് ചെറുതായിട്ട് വിറ്റ് പോകുന്നുണ്ടെന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അത് മാർക്കറ്റ് ഷെയർ ചെറുതായിട്ട് കയറിയെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടൊക്കെ ആവും ഈ ഒരു ചേഞ്ച്. അതായത് HMD സ്വന്തമായിട്ട് ചിന്തിച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ ബ്രാൻഡിൽ തന്നെ ഫോൺ ഇറക്കുന്നു, നോക്കിയ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇനി വേണ്ട. നോക്കിയ എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു നെയിം, അത് ലൈസൻസ് 10 വർഷത്തേക്കായിരുന്നു. ഇപ്പം ഏറെക്കുറെ 10 വർഷം തീരാറായി. എനിക്കൊന്ന് അത് 17 അതിന് മുമ്പ് എന്തോ ആണ് മേടിച്ചത്. അപ്പോൾ 10 വർഷം ഏറെക്കുറെ തീരാറായതുകൊണ്ട് നോക്കിയ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇട്ട് കുറേ നൊസ്റ്റാൾജിയ പരിപാടിച്ച് ഫോൺ വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഇപ്പോൾ ഇവർ നോക്കിയിട്ട് നോക്കിയ പേരിട്ടിട്ട് ആരും മേടിക്കുന്നില്ല. പിന്നെ HMD എന്നങ്ങ് ഇറക്കിയാൽ പോരെന്ന് വിചാരിച്ച് ആ ഒരു പേര് ഉൾപ്പെടെ മാറ്റുകയാണ്. സോ ഇതാണ് നോക്കിയയുടെ കഥയെന്ന് പറയുന്നത്. കൂടാതെ ഇവർ പാരലി ഫീച്ചർ ഫോൺസ് ഇറക്കിയായിരുന്നു കേട്ടോ. ഇപ്പം പ്രായമുള്ള ആരിലേക്ക് അല്ലെങ്കിൽ ഈ കീപാഡ് ഫോൺസ് വേണ്ടവർ എന്നോട് ചോദിക്കാൻ പറഞ്ഞാൽ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നോക്കിയയുടെ ഈ പറഞ്ഞ HMD ഗ്ലോബൽസ് തന്നെ അവരുടെ സെഗ്മെന്റ്, അവർ തന്നെ ഈ കീപാഡ് ഫോൺസ് ഇറക്കുമായിരുന്നു. ഈവൻ അവർ 3310 റീമാസ്റ്റർ ചെയ്ത് പിന്നെ ഇറക്കിയായിരുന്നു. എക്സ്പ്രസ് മ്യൂസിക് പഴയ ഒരു നൊസ്റ്റാൾജി കൊണ്ടുവരാൻ വേണ്ടി അങ്ങനെ കുറച്ച് ഫോൺസൊക്കെ ഇറക്കി, ഫ്ലിപ്പ് ഫോണൊക്കെ ഇറക്കിയായിരുന്നു. ആ ഒരു ഫീച്ചർ മാർക്കറ്റിൽ അവർ ഇപ്പോഴും ഫീച്ചർ മാർക്കറ്റിൽ നോക്കിയ നല്ലതാണ്. പക്ഷേ താരതമ്യേന ആൾക്കാർ കുറവാണ് ആ ഒരു ഫോൺസ് എടുക്കുക എന്നുള്ളത്. പിന്നെ വളരെ എൻട്രി ലെവൽ ആൻഡ്രോയിഡ് ഫോൺസ് ഒക്കെ ഈവൻ ഞാൻ അതിന്റെ ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കൊളാബായിട്ട് വന്നതാണ്. പക്ഷേ അതൊക്കെ തരക്കേടില്ല എന്ന് പറയാൻ പറ്റിയ ഒരു ഫോൺസാണ്. അതൊക്കെ കൊണ്ടാണ് ചെയ്തത്. ഒട്ടും കൊള്ളത്തിലായിരുന്നു, ചെയ്തില്ലായിരുന്നു. പക്ഷെ അതും വലിയതായിട്ട് കയറിയില്ല. സോ അങ്ങനെ ഒരു പരാജയമായി മൊത്തത്തിൽ HMD എന്ന് പറയുന്നത്. ഇനിയിപ്പം അടുത്തൊരു ചോദ്യം എല്ലാവർക്കും ഉണ്ടാകുന്നത്, ഇനിയിപ്പം നോക്കിയ എന്ന് പറഞ്ഞ പേര് ഉപയോഗിച്ച് വേറെ ഏതെങ്കിലും കമ്പനിക്ക് ഫോൺസ് ഇറക്കാൻ പറ്റുവാണെന്നുള്ള. ഉറപ്പായിട്ടും ഇറക്കാം. ഈ ഒരു ലൈസൻസ് ആരുടെ നിന്നെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഓതേഴ്സിൻ്റെ മേടിച്ച് ഇതിന്റെ കയ്യിലിരിക്കുന്നവരുടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊരു ബ്രാൻഡ് തുടങ്ങി നോക്കിയ എന്ന് പറഞ്ഞ പേരിൽ ഇറക്കാം. അത് ഇനിയിപ്പോൾ എങ്ങനെ ആപ്ലിക്കബിൾ ആവും എന്നറിയത്തില്ല. പിന്നെ പലർക്കും ഒരു ഡൗട്ട് എന്ന് പറഞ്ഞത്, നോക്കിയ എന്ന് പറഞ്ഞ കമ്പനി ഫോണുകൾ മാത്രം വിറ്റുകൊണ്ടിരുന്ന കമ്പനിയാണെന്നാണ്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നോക്കിയ എന്ന് പറയുന്നത് ആക്ച്വലി നെറ്റ്വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. അതായത് 5G 4G പോലത്തെ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷന്റെ തലപ്പത്തിരിക്കുന്ന വൺ ഓഫ് ദ ടോപ്പ് മോസ്റ്റ് കമ്പനിയാണ് നോക്കിയ എന്ന് പറയുന്നത്. അല്ലാതെ ഫോണിന്റെ കമ്പനി അല്ല. അതാണ് വേറെ സത്യം. ഈവൻ മോട്ടറോളയും ആ ഒരു റേഞ്ച് ആയിരുന്നു. ഇപ്പം ഓക്കെ ഫൈൻ. പക്ഷെ ഇപ്പോഴും നോക്കിയ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ, അത് നെറ്റ്വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഫോണിൻ്റെ ബാക്ക് എൻഡിലുള്ള പ്രവർത്തനം മാത്രമാണ് നോക്കിയ ചെയ്യുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻ പരിപാടികൾ മാത്രമാണ് നോക്കിയ ചെയ്യുന്നത്. അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഫോൺ എന്ന് പറഞ്ഞത്. അതായത് അവരുടെ ഒരു ഭാഗമായിരുന്നു. സാംസങ്ങിന്റെ പല ഭാഗങ്ങൾ അറിയാലോ നിങ്ങൾക്ക്, ഇലക്ട്രോണിക്സ്. അതുപോലെ തന്നെ ഫോണിന്റെ ഒരു ഭാഗമുണ്ട്. ഇതുപോലെ തന്നെ നോക്കിയയുടെ ഒരു കണ്ണിയായിരുന്നു മൊബൈൽ ഡിപ്പാർട്ട്മെന്റ്. അതാണ് പൊളിഞ്ഞ് ഷട്ട് ഡൗൺ ആയി പോയത്. പക്ഷെ അല്ലാതെ ഉള്ള നോക്കിയ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടാതെ അവർ 6G വരെ അവർ ഇറക്കിയിട്ടുണ്ട്. 6Gയുടെ ട്രയൽ വരെ അവർ നടത്തി. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. 5G ഒക്കെ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന കമ്പനികളിലൊന്നാണ്, ഈ ടെസ്റ്റ് ചെയ്ത കമ്പനികളൊന്നാണ് നോക്കിയ എന്നൊക്കെ പറഞ്ഞത്. അപ്പം അവരുടെ ലോഗോ ഓൾറെഡി മാറ്റി, നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നത്. പണ്ടൊരു ടെക് ന്യൂസിൽ പറഞ്ഞായിരുന്നു. അതാണോ ആക്ച്വലി ഒറിജിനൽ നോക്കിയ? അതായത് പണ്ടുണ്ടായിരുന്ന ആ ഒരു സോ കോൾഡ് നോക്കിയ എന്ന് പറഞ്ഞ ആ കമ്പനി അതാ ഇപ്പോഴും ഉണ്ട്. നോക്കിയ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എവിടെ അടിച്ചാലും അത് കാണാം. പക്ഷേ ഫോൺ എന്ന് പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മൈക്രോസോഫ്റ്റോട് കൂടെ ഷട്ട് ഡൗൺ ആയി. പിന്നെ ഇപ്പോൾ HMD പേരോട് എടുത്ത് ആ പേര് കളഞ്ഞപ്പോൾ തന്നെ അതും ഷട്ട് ഡൗൺ ആയി. സോ അതാണ് നോക്കിയ കമ്പനി, ഒറിജിനൽ കമ്പനി, നോക്കിയ ദ ഒറിജിനൽ എന്നൊക്കെ പറയുന്നത്. എനിവേ ഇതാണ് നോക്കിയയുടെ കഥ. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു പേര് പോകുന്നു, അത്രേ ഉള്ളൂ. അതപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫീൽഡ് ഔട്ട് ആയ സാധനം പിന്നെയും വരുത്തി ഫീൽഡ് ഔട്ട് ആക്കി പിന്നെയും പറഞ്ഞു വിടുകയാണ്. സങ്കടം തോന്നുന്നു. ആ ഒരു പേര് ഉപയോഗിക്കരുതായിരുന്നു, പറ്റത്തില്ല, ആ ഒരു പേര് എടുക്കരുതായിരുന്നു. എന്തായാലും ഏറെക്കുറെ അതിന് തീരുമാനമായി.
അപ്പോൾ ഇത്രയൊക്കെ തന്നെ പറയാനുണ്ടായിരുന്നു. ഇനിയിപ്പം അടുത്ത എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കായിട്ടേ വരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും.